പത്രോസിൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുന്നു. 1944 നവംബർ 3. പത്രോസ് ഈശോയോട് സംസാരിക്കുന്നു. ഞാൻ കാണുന്നു. ഗുരു, അങ്ങയെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകണമെന്നുണ്ട്. കഴിഞ്ഞ സാബത്ത് ദിവസം വിളിക്കാൻ ഞാൻ ധൈര്യപ്പെട്ടില്ല. അങ്ങ് വന്നാൽ വലിയ ഉപകാരമായിരിക്കും. ബെത്സദയിലേക്കോ? അതല്ല, ഇവിടെ എൻ്റെ ഭാര്യയുടെ വീട്ടിൽ. എന്നെ എന്തിനാണ് വീട്ടിലേക്ക് വിളിക്കുന്നത്? പല കാരണങ്ങളുണ്ട്. എൻ്റെ അമ്മായിയമ്മക്ക് സുഖമില്ലെന്ന് ഇന്നെനിക്ക് വിവരം ലഭിച്ചു. അങ്ങ് അവരെ സുഖപ്പെടുത്തിയാൽ ശീമോനെ ഉള്ളത് തുറന്നു പറയും. ഞാൻ പറയാൻ പോയത് ഇതാണ്. അങ്ങ് അവരെ ചെന്ന് കണ്ടാൽ അവരുടെ പരാതി പറച്ചിൽ അവസാനിക്കും. ഒരാളെപ്പറ്റി മറ്റുള്ളവർ പറഞ്ഞറിയുന്നതും നേരിൽ കാണുന്നതും കേൾക്കുന്നതും ഒരുപോലെ അല്ലല്ലോ. പറഞ്ഞു കേട്ടറിഞ്ഞയാളെ നേരിൽ കാണുകയും അയാൾ അത്ഭുതകരമായി രോഗം സുഖപ്പെടുത്താൻ കഴിവുള്ളവനാണെന്ന് ബോധ്യമാവുകയും ചെയ്താൽ അവൾക്ക് നിന്നോട് നീരസം മാറുമെന്നാണോ നീ പറയുന്നത്? നീരസം എന്ന് പറഞ്ഞുകൂടാ, തെറ്റിദ്ധാരണ. ഗ്രാമത്തിൽ അങ്ങയെപ്പറ്റി പലരും പലതും പറയുന്നു. ആരുടെ അഭിപ്രായം സ്വീകരിക്കണമെന്ന് എന്ത് വിശ്വസിക്കണം എന്നറിയാതെ അമ്മ വിഷമിക്കുന്നു. ഗുരു, അങ്ങ് വീട്ടിലേക്ക് വരണം. ഞാൻ വരാം, നമുക്ക് പുറപ്പെടാം. എന്നെ കാത്തു നിൽക്കുന്നവരോട് നിന്റെ വീട്ടിൽ വെച്ച് ഞാൻ സംസാരിക്കുമെന്ന് പറയണം. അവർ കുറേ നടന്ന് ഉയരം തീരെ കുറഞ്ഞൊരു വീട്ടിലെത്തി. ബെത്സദയിലെ പത്രോസിൻ്റെ വീടിനേക്കാൾ ഉയരം കുറഞ്ഞതാണ് ഈ വീട്. തടാകത്തോട് കൂടുതൽ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ചരല് നിറഞ്ഞ കായൽ തീരം മാത്രമാണ് വീടിനും കായലിനും ഇടയ്ക്കുള്ളത്. കൊടുങ്കാറ്റ് വീശുമ്പോൾ കായലോളം വീടിൻ്റെ ചുമര് വരെ എത്തുമെന്ന് തോന്നും. വീടിന് പൊക്കം കുറവാണെങ്കിലും വീതി ധാരാളമുണ്ട്. കുറേയേറെ ആളുകൾ അവിടെ താമസമുണ്ട് എന്ന് തോന്നും. കായലിൻ്റെ വശത്തുള്ള അടുക്കളത്തോട്ടത്തിൽ വളരെ പ്രായമായ ഒരു മുന്തിരിവള്ളി മാത്രമേ ഉള്ളൂ. അതിനെ താങ്ങി നിർത്താൻ ഒരു നാടൻ ഊന്നുമുണ്ട്. പഴക്കം ചെന്ന ഒരു അത്തിവൃക്ഷമുണ്ട്. കായലിൽ നിന്നടിക്കുന്ന ശക്തമായ കാറ്റ് ഈ വൃക്ഷം വീടിൻ്റെ മുകളിലേക്ക് വളയുന്നതിനിടയാക്കിയിരിക്കുന്നു. വീടിൻ്റെ ചെറിയ ജാലകങ്ങളിൽ വൃക്ഷത്തിൻ്റെ ശിഖരങ്ങൾ വന്നടിക്കും. പുറത്ത് സൂര്യപ്രകാശം അധികമായതിനാൽ വീട്ടിൽ ചൂട് കുറയാനായി ജനലിൻ്റെ കതകുകൾ അടച്ചിട്ടിരിക്കുകയാണ്. മുന്തിരിവള്ളിയും അത്തിമരവും അരഭിത്തിക്ക് പച്ചച്ചായം പൂശിയിട്ടുള്ള ആഴം കുറഞ്ഞൊരു കിണറും മാത്രമാണ് അടുക്കളത്തോട്ടത്തിലുള്ളത്. ഗുരു, അകത്തേക്ക് വരും. അടുക്കളയിൽ കുറേ സ്ത്രീകളുണ്ട്. ചിലർ വലയുടെ കേടുപാടുകൾ തീർക്കുന്നു, ചിലർ ഭക്ഷണം പാകം ചെയ്യുന്നു. പത്രോസിനെ കണ്ട് അവർ കുശലാന്വേഷണം നടത്തുന്നു. ഈശോയോട് എന്തു പറയണമെന്നറിയാതെ അവർ കുഴങ്ങുന്നു. ജിജ്ഞാസയോടെ ഈശോയെ സൂക്ഷിച്ചു നോക്കുന്നുമുണ്ട്. ഈ വീടിന് സമാധാനം. രോഗിക്ക് എങ്ങനെയുണ്ട്? ഏറ്റവും മൂത്ത മരുമകൾ നീയല്ലേ? രോഗവിവരം പറയൂ. ഉടുതുണിയിൽ കൈതുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയോട് വേറെ 3 സ്ത്രീകൾ പറഞ്ഞു. അമ്മയ്ക്ക് പനി വളരെ കൂടുതലാണ്. വൈദ്യൻ വന്നു കണ്ടു. ഇത്രയും വയസ്സായ സ്ഥിതിക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല. രോഗം അസ്ഥികളിൽ നിന്നും ഹൃദയത്തിലേക്ക് വ്യാപിക്കുമ്പോൾ പനി വരും, മരിക്കും, പ്രത്യേകിച്ച് വയസ്സായവർ. ഇതാണ് വൈദ്യൻ പറഞ്ഞത്. ആഹാരമൊന്നും കഴിക്കുന്നില്ല. ഞാൻ രുചിയുള്ള എന്തെങ്കിലും പാകം ചെയ്തു കൊടുക്കും. അമ്മയ്ക്ക് വളരെ പ്രിയമായിരുന്ന ഒരു സൂപ്പാണ് ഇന്നുണ്ടാക്കിയത്. എൻ്റെ ഭർത്താവിൻ്റെ സഹോദരന്മാർ പിടിച്ചുകൊണ്ടുവന്ന ഏറ്റവും നല്ല മീനാണ് സൂപ്പിന് ഉപയോഗിച്ചത്. പക്ഷേ അമ്മ അത് കഴിക്കുമെന്ന് തോന്നുന്നില്ല. അടങ്ങിക്കിടക്കാൻ കഴിയുന്നില്ല. പരാതിയും അട്ടഹാസവും കരച്ചിലും പ്രാക്കും മാത്രം. നിന്റെ സ്വന്തം അമ്മയായിരുന്നെങ്കിൽ കാണിക്കുമായിരുന്ന ക്ഷമ അവളോട് കാട്ടണം. ദൈവം അതിന് പ്രതിഫലം തരും. എന്നെ അവളുടെ അടുത്തേക്ക് കൊണ്ടുപോകൂ. റബ്ബി, അങ്ങയെ കാണാൻ അവൾക്ക് ഇഷ്ടമാണോ എന്ന് നിശ്ചയമില്ല. അവൾക്ക് ആരെയും കാണണ്ട എന്ന് പറയുന്നു. ഞാനിതാ റബ്ബിയെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയാൻ എനിക്ക് ധൈര്യം പോരാ. ഈശോ ശാന്തനായി മന്ദസ്മിതം പൊഴിച്ചുകൊണ്ട് പത്രോസിനോട് പറഞ്ഞു, ശീമോനെ, ഇനി നിന്റെ ഊഴമാണ്. ഏറ്റവും മൂത്ത മരുമകനാണ് എന്നല്ലേ പറഞ്ഞത്? ശീമോൻ അർത്ഥഗർഭമായി ഒന്ന് ചിരിച്ചിട്ട് ഈശോ പറഞ്ഞതുപോലെ ചെയ്തു. അടുക്കളയിൽ കൂടി നടന്നയാൾ വേറൊരു മുറിയിൽ പ്രവേശിച്ചിട്ട് കതകടച്ചു. പത്രോസ് ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാം. അയാൾ പുറത്തേക്ക് തലയിട്ട് വിളിച്ചു പറഞ്ഞു, ഗുരു, വേഗം വരൂ. പതിഞ്ഞ സ്വരത്തിൽ അയാൾ ഇത്രയും കൂടി പറഞ്ഞു, വേഗം വന്നില്ലെങ്കിൽ അവരുടെ മനസ്സിനിയും മാറിയെന്നും വരാം. ഈശോ അടുക്കളയിൽ കൂടി നടന്നു ചെന്ന് അടുത്ത മുറിയുടെ കതക് വിശാലമായി തുറന്നിട്ട് പടിക്കപ്പുറം നിന്നുകൊണ്ട് സാന്ദ്രമധുരമായ സ്വരത്തിൽ പറഞ്ഞു, നിനക്ക് സമാധാനം. ഇതിന് മറുപടി ഒന്നുമില്ലെങ്കിലും ഈശോ അകത്തു പ്രവേശിച്ചു. പൊക്കം കുറഞ്ഞ ഒരു കട്ടിലിൽ മെലിഞ്ഞ് ശോഷിച്ചൊരു വൃദ്ധ കിടക്കുന്നു. തലമുടി നരച്ചിട്ടുണ്ട്. അവൾ വിഷമിച്ചാണ് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്. പനി വളരെ കൂടുതലാണ്. അതുകൊണ്ട് നീര് പറ്റിയെങ്കിലും കവളിൽ രക്തത്തുടിപ്പുണ്ട്. ഈശോ ആ കൊച്ചു കട്ടിലിന്മേൽ കുനിഞ്ഞു നിന്ന് വൃദ്ധയായ സ്ത്രീയെ നോക്കി പുഞ്ചിരിച്ചു. വേദനയുണ്ടോ? ഞാൻ മരിക്കാൻ പോവുകയാണ്.
ഇല്ല, നീ മരിക്കില്ല. നിന്നെ സുഖപ്പെടുത്താൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങ് എന്തിനെന്നെ സുഖപ്പെടുത്തണം? എന്നെ അങ്ങേക്ക് അറിയില്ലല്ലോ. ഷീമോനെ ഓർത്തിട്ട്. അവൻ എന്നോട് അപേക്ഷിച്ചു, പിന്നെ നിന്നെ ഓർത്തിട്ടും. നിന്റെ ആത്മാവിന് വെളിച്ചം കാണാനും വെളിച്ചത്തെ സ്നേഹിക്കാനും സമയം തരുന്നതിന്. ഷീമോനോ? അവൻ എന്നെപ്പറ്റി ഓർമ്മിക്കാൻ സമയമുണ്ടോ? അവൻ നീ വിചാരിക്കുന്നതിനേക്കാൾ നല്ലവനാണ്. എനിക്കവനെ അറിയാം. അവനെപ്പറ്റി എനിക്ക് സംശയമൊന്നുമില്ല. അവനൊരു ഉപകാരം ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സുഖപ്പെടുത്തുമോ? ഞാൻ ഉടനെ മരിക്കില്ലേ? ഇല്ല, നിനക്ക് മരിക്കാൻ സമയമായിട്ടില്ല. എന്നിൽ വിശ്വസിക്കാൻ നിനക്ക് കഴിയുമോ? വിശ്വസിക്കാം. മരിക്കാതിരുന്നാൽ മതി. ഈശോ വീണ്ടും പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ കൈ പിടിക്കുന്നു. വാർദ്ധക്യം കൊണ്ട് ചുളിവ് വീണ രക്തധമനികൾ എഴുന്നു നിൽക്കുന്ന അവളുടെ കൈ ആരോഗ്യം തുളുമ്പുന്ന ഈശോയുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്നു. ഈശോ നേരെ നിവർന്നു നിന്നു. അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ഈശോയുടെ മുഖത്തുണ്ടാവുന്ന പ്രത്യേക ഭാവം പ്രത്യക്ഷപ്പെടുന്നു. ഉച്ചത്തിൽ ഈശോ പറഞ്ഞു, സുഖം പ്രാപിക്കൂ, ഇതാണ് എൻ്റെ ആജ്ഞ, എഴുന്നേറ്റിരിക്കൂ. ഇത്രയും പറഞ്ഞ് സ്ത്രീയുടെ കൈവിടുന്നു. അവൾക്ക് യാതൊരു വേദനയും അനുഭവപ്പെട്ടില്ല. നേരത്തെ വളരെ സൂക്ഷിച്ചാണ് ഈശോ കൈപിടിച്ചുയർത്തിയതെങ്കിലും അവൾ വേദന കൊണ്ട് പിടഞ്ഞതാണ്. ഏതാനും നിമിഷത്തേക്കെങ്ങും നിശബ്ദത. പിന്നെ ആ വൃദ്ധ ഉറക്കെ നിലവിളിച്ചു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, എനിക്കിപ്പോൾ യാതൊരു അസുഖവുമില്ല. ഞാൻ സുഖം പ്രാപിച്ചിരിക്കുന്നു. വരുവിൻ, വരുവിൻ. അവളുടെ മരുമക്കൾ മുറിക്കുള്ളിലേക്ക് ഓടി വന്നു. കണ്ടോ, എനിക്ക് കൈയും കാലും അനക്കാം. യാതൊരു വേദനയുമില്ല. പനിയും മാറി. നോക്കൂ, എൻ്റെ ദേഹത്തിന് തണുപ്പില്ല. കൊല്ലൻ്റെ കൊട്ടുവടി പോലെ എൻ്റെ ചങ്ക് കിടന്നടിക്കുന്നില്ല. ഞാൻ മരിക്കില്ല. കർത്താവിനോട് നന്ദി പറയുന്ന ഒരു വാക്കുപോലും അവൾ ഉരിയാടുന്നില്ല. ഈശോ അത് കൂട്ടാക്കുന്നില്ല. മൂത്ത മരുമകളോട്, അമ്മയെ വസ്ത്രമണിയിക്കാൻ നോക്കൂ, അവൾ എഴുന്നേൽക്കട്ടെ. എഴുന്നേൽക്കാൻ മാത്രം ആരോഗ്യമുണ്ട്. ഷീമോന് വിഷമം തോന്നി. ഈശോ അമ്മയെ സുഖപ്പെടുത്തി. ഈശോയുടെ അമ്മയ്ക്കൊന്നും പറയാനില്ലേ? ഇല്ലെന്ന്. ആ കാര്യം ഞാൻ വിട്ടുപോയി. ഗുരു, നന്ദി പ്രകാശിപ്പിക്കാൻ ഞാൻ എന്താണ് ചെയ്യുക? നല്ലവളായിരിക്കുക, വളരെ നല്ലവളായിരിക്കുക. സ്വർഗസ്നായ പിതാവ് നിന്നോട് സന്മനസ്യം കാട്ടി. നിനക്ക് വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇന്നിവിടെ വിശ്രമിക്കാൻ എന്നെ അനുവദിക്കൂ. ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിൽ ഒരാഴ്ചയായി ഞാൻ സഞ്ചരിക്കുന്നു. ഇവിടെ ഇന്ന് വെളുപ്പിന് എത്തിയതേ ഉള്ളൂ. ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ്. തീർച്ചയായും അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ ഇവിടെ കഴിയാം. അവളുടെ സ്വരത്തിൽ വലിയ ഉത്സാഹം കാണുന്നില്ല. ഈശോയും പത്രോസും ആൻഡ്രൂസും ജെയിംസും ജോണും അടുക്കളത്തോട്ടത്തിൽ പോയിരുന്നു. ഗുരു, എന്താണ് പത്രോസേ? എനിക്കാകെ നാണക്കേടായി. എന്നെ അപമാനിച്ചതുപോലൊരു തോന്നൽ. സാരമില്ല എന്ന അർത്ഥത്തിൽ ഈശോ ആംഗ്യം കാണിച്ചു. ഉപകാരം ചെയ്തതിന് ഉടനെ നന്ദി കിട്ടണമെന്ന് തോന്നാത്തവരിൽ ഒരാൾ മാത്രമാണ് നിന്റെ അമ്മ. അവൾക്ക് മുമ്പും പിമ്പും ഇത്തരക്കാർ ധാരാളം കാണും. പക്ഷേ എനിക്ക് ആവശ്യമില്ല. ആത്മാക്കൾക്ക് രക്ഷ പ്രാപിക്കാൻ ഒരവസരമുണ്ടാക്കി കൊടുക്കുക, അതുമാത്രമാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ എൻ്റെ കടമ നിർവഹിക്കുന്നു. അവർ അവരുടെ കടമ നിറവേറ്റട്ടെ. ഇതുപോലുള്ള അനുഭവം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടോ? എവിടെ വെച്ച്? ഷീമോൻ്റെ ജിജ്ഞാസ. തൽക്കാലം ഞാൻ പറയാം. വേണ്ടാത്ത ജിജ്ഞാസ പൊതുവെ എനിക്കിഷ്ടമല്ല. എങ്കിലും പറയാം. നസ്രസിലാണ് സംഭവം. സാറയുടെ അമ്മയെ ഓർക്കുന്നുണ്ടോ? അവൾക്ക് തീരെ സുഖമില്ലായിരുന്നു. നസ്രസിലെത്തിയപ്പോഴാണ് ഈ വിവരം നമ്മൾ അറിയുന്നത്. അവളുടെ മകൾ ഒരു കൊച്ചുകുട്ടിയാണ്. കുട്ടി കരയുന്നു. ആ കുട്ടി ശാന്ത സ്വഭാവക്കാരിയാണ്, നല്ലവളാണ്. അവൾ അനാഥയാകരുതല്ലോ. അവൾ ഭാവിയിൽ ഒരു ചിറ്റമ്മയുടെ സംരക്ഷണത്തിലാകരുതല്ലോ എന്ന് കരുതി അവളെ സുഖപ്പെടുത്താൻ ആഗ്രഹിച്ചു. പക്ഷേ ആ വീട്ടിലേക്ക് കടന്നു ചെന്ന ഉടനെ അവളുടെ ഭർത്താവും സഹോദരനും കൂടി എന്നെ ആട്ടി ഓടിച്ചു. വേഗം പൊയ്ക്കൊള്ളൂ, പള്ളിക്കാരുമായി വഴക്കിന് ഞങ്ങൾ തയ്യാറല്ല. അവരുടെ കണ്ണിൽ വളരെ പേരുടെ നോട്ടത്തിൽ ഞാൻ ഇപ്പോൾ തന്നെ ഒരു ധിക്കാരിയാണ്. എങ്കിലും ഞാൻ അവളെ സുഖപ്പെടുത്തി, അവളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്. അടുക്കളത്തോട്ടത്തിൽ സാറായെ കണ്ടപ്പോൾ ഞാൻ വാത്സല്യത്തോടെ പറഞ്ഞു, ഞാൻ നിന്റെ അമ്മയെ സുഖപ്പെടുത്താം. വീട്ടിൽ പോയിക്കോളൂ, ഇനി കരയേണ്ട. ആ നിമിഷം ആ സ്ത്രീ സുഖം പ്രാപിച്ചു. ആ ബാലിക കാര്യങ്ങൾ അമ്മയോടും അപ്പനോടും ചിറ്റപ്പനോടും പറഞ്ഞു. എന്നോട് സംസാരിച്ചതിന് അവർ സാറായെ ശിക്ഷിച്ചു. ഞാൻ ഗ്രാമത്തിൽ നിന്നും പുറപ്പെട്ടപ്പോൾ ആ കുട്ടി എൻ്റെ പിന്നാലെ ഓടിവന്ന് ഇക്കാര്യം പറഞ്ഞു. സാരമില്ല, ഞാനായിരുന്നെങ്കിൽ ആ സ്ത്രീയെ വീണ്ടും രോഗിയാക്കിയേനെ. പത്രോസേ, ഈശോയുടെ സ്വരത്തിൽ കാർക്കശ്യമുണ്ട്. ഇതാണോ ഞാൻ നിന്നെയും മറ്റുള്ളവരെയും പഠിപ്പിക്കുന്നത്? ഞാൻ ആദ്യം പ്രസംഗിച്ച ദിവസം പറഞ്ഞത് എന്താണ്? നീ അത് കേട്ടതല്ലേ? എൻ്റെ യഥാർത്ഥ ശിഷ്യനാകാൻ ഏറ്റവും ആവശ്യം വേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അങ്ങ് പറയുന്നത് ശരിയാണ്. ഞാനൊരു കഴുതയാണ്. എന്നോട് ക്ഷമിക്കണം. പക്ഷേ അവർ അങ്ങയെ സ്നേഹിക്കുന്നില്ല എന്ന വസ്തുത എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. പത്രോസേ, ഇതിനേക്കാൾ വലിയ അവഗണനയും നന്ദികേടും നീ കാണാനിരിക്കുന്നതേയുള്ളൂ.
പ്രതീക്ഷിക്കാത്ത പലതും നീ കാണും. നീതിമാന്മാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകൾ കൊള്ളപ്പലിശക്ക് പണം കൊടുക്കുന്നവൻ എന്ന് പറഞ്ഞ് ചിലരെ ആക്ഷേപിക്കുന്നു. ഈ നീതിമാന്മാർക്ക് അനുകരിക്കാവുന്ന മാതൃക കൊള്ളരുതാത്തവർ കാട്ടിക്കൊടുക്കും. പുറം ജാതിക്കാർ എൻ്റെ ഏറ്റവും വിശ്വസ്തരായ അനുയായികളായിത്തീരും. തെരുവ് വേശ്യകൾ ദൃഢനിശ്ചയം കൊണ്ടും പ്രായശ്ചിത്തം കൊണ്ടും പവിത്രകളാകും. പാപത്തിൻ്റെ മാർഗം ഉപേക്ഷിക്കുന്ന പാപികൾ പാപമാർഗം ഉപേക്ഷിച്ചെന്ന് വരാം. വേശ്യകളും കൊള്ളപ്പലിശ വാങ്ങുന്നവരും അവരുടെ ജീവിതം പൊളിച്ചെഴുതുമോ? നിനക്കിത് വിശ്വാസമാകുന്നില്ല അല്ലേ? ഇല്ല ശീമോനെ, നീ വിചാരിക്കുന്നത് പോലെയല്ല. ഇതാര് നിന്റെ അമ്മായിയമ്മയിലെ ഇങ്ങോട്ട് വരുന്നത്? ഗുരു, അങ്ങ് ഞങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നന്ദി. ദൈവം നിനക്ക് നല്ലത് വരുത്തട്ടെ. അവർ അടുക്കളയിൽ പോയി മേശയ്ക്ക് ചുറ്റുമിരിക്കുന്നു. വൃദ്ധ അവർക്ക് ധാരാളം മീൻ വിളമ്പുന്നു, സൂപ്പായും ചുട്ടെടുത്തതും. നിങ്ങൾക്ക് തരാൻ എനിക്ക് ഇതുമാത്രമേ ഉള്ളൂ, അവൾ ക്ഷമാപണം ചെയ്തു. പഴയ ശീലം മറന്നിട്ടില്ല. പത്രോസിനോട് 2 കുത്തുവാക്ക് പറയാനുള്ള അവസരം അവൾ നഷ്ടമാക്കുന്നില്ല. നിന്റെ അളിയന്മാർക്ക് പിടിപ്പത് പണിയുണ്ട്. നീ അവരെ വിട്ടിട്ട് ബെത്സദയ്ക്ക് പോയില്ലേ? അതിനുശേഷം നിന്റെ ഈ പുതിയ പണി കൊണ്ട് എൻ്റെ മകൾക്ക് 4 കാശ് കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ വേണ്ടിയില്ലായിരുന്നു. നീ പലപ്പോഴും വീട്ടിലില്ലെന്നും മീൻ പിടിക്കാൻ പോലും പോകാറില്ലെന്നുമാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ ഗുരുവിൻ്റെ കൂടെ ഞാൻ ജെറുസലത്ത് പോയി. സാബത്ത് ദിവസം ഞാൻ ഈശോയുടെ കൂടെയാണ്. കുടിച്ചു കൂത്താടി നടക്കുകയല്ല. നീ 4 കാശ് ഉണ്ടാക്കുന്നുണ്ടോ? നീ പ്രവാചകന്റെ സേവകനായി നടക്കാനാണ് ഭാവമെങ്കിൽ നീ ഇങ്ങോട്ട് താമസം മാറ്റുന്നതാണ് നല്ലത്. എൻ്റെ പാവ മകൾക്ക് അവളുടെ സ്വന്തക്കാരെങ്കിലും ചെലവിന് കൊടുത്തുകൊള്ളും. നീ പോയി പുണ്യവാൻ കളിച്ചോ. നിങ്ങളെ സുഖപ്പെടുത്തിയ ഗുരുവിൻ്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കാൻ നാണമില്ലേ? ഞാൻ ഗുരുവിനെ കുറ്റം പറയുകയല്ല. അദ്ദേഹത്തിൻ്റെ ജോലി നോക്കുന്നു. ഞാൻ നിന്നെയാണ് കുറ്റം പറയുന്നത്. നീ കുഴിമടിയനാണ്. നീ ഏതായാലും പ്രവാചകനോ പുരോഹിതനോ ആകാൻ പോകുന്നില്ല. എഴുത്തും വായനയും അറിയാത്തവൻ, പാപി, കാശിന് കൊള്ളാത്തവൻ, അതാണ് നീ. ഗുരു, ഇവിടെ ഉള്ളത് നിങ്ങളുടെ ഭാഗ്യം. അല്ലെങ്കിൽ ഞാൻ നിന്റെ അമ്മായിയമ്മ പറയുന്നതിൽ കാര്യമുണ്ട്. ഇവിടെ താമസിച്ചാലും നിനക്ക് മീൻ പിടിക്കാൻ പോകാം. കഫർനാമിൽ നിന്ന് നീ മീൻ പിടിക്കുമായിരുന്നു എന്ന് ആരോ എന്നോട് പറഞ്ഞു. നിനക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാമല്ലോ. വീണ്ടും ഇവിടെ വന്ന് താമസിക്കുകയോ? ഗുരു, ഇവിടുത്തെ അന്തരീക്ഷം എന്തെന്ന് അങ്ങക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയുന്നത് കേൾക്കൂ. നീ ഇവിടെ താമസമാക്കിയാൽ ഒന്നുകിൽ കായലിൽ മീൻ പിടിക്കുകയായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ കൂടെ ആയിരിക്കും. അതുകൊണ്ട് താമസിക്കുന്നത് ഈ വീട്ടിലാണോ അല്ലയോ എന്നത് പ്രശ്നമാക്കേണ്ട. പത്രോസിൻ്റെ തോളിൽ ഈശോ കൈകൊണ്ട് സ്പർശിക്കുന്നു. ഈശോയുടെ ശാന്തത ശോഭിച്ചിരിക്കുന്ന പത്രോസിലേക്ക് വ്യാപിക്കുന്നു. അവനും ശാന്തനാകുന്നു. അങ്ങ് പറയുന്നത് ശരിയാണ്. അങ്ങ് പറയുന്നത് എപ്പോഴും ശരിയാണ്. ഞാൻ അങ്ങനെ ചെയ്യാം. എന്നാൽ ഇവരുടെ കാര്യം, ജോണിൻ്റെയും ജെയിംസിൻ്റെയും കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് നിൻ്റെ കൂടെ ഇങ്ങ് പോരാമല്ലോ. അപ്പനും അമ്മയ്ക്ക് തീർച്ചയായും അത് സന്തോഷമായിരിക്കും. ഞങ്ങൾ ഗുരുവിൻ്റെ കൂടെ കഴിയുന്നതാണ് വീട്ടിൽ കഴിയുന്നതിനേക്കാൾ അവർക്കിഷ്ടം. അവർ ഒരു തടസ്സവും പറയില്ല. ഒരുപക്ഷെ സെബദിയും ഇങ്ങ് പോരും, പത്രോസ് പറഞ്ഞു. മിക്കവാറും. സെബദി മാത്രമല്ല, വേറെ പലരും. ഗുരു, ഞങ്ങൾ തീർച്ചയായും വരും. കതകിൻ്റെ അകത്തേക്ക് തലനീട്ടി ഒരു കൊച്ചുകുട്ടി ചോദിച്ചു, നസ്രയേൽക്കാരൻ ഈശോ ഇവിടെയുണ്ടോ? അദ്ദേഹം ഇവിടെയുണ്ട്, അകത്തേക്ക് വരൂ. ഒരു ബാലൻ അകത്തേക്ക് വന്നു. കഫർനാമിനെ പറ്റി ഉണ്ടായ ആദ്യ ദർശനങ്ങളിൽ ഒന്നിൽ കണ്ട ബാലന്മാരിൽ ഒരാളാണവൻ. പറുദീസയിലെ തേൻ കിട്ടാൻ വേണ്ടി മര്യാദക്ക് നടക്കാമെന്ന് ഈശോയുടെ കാൽക്കൽ വീണു പറഞ്ഞ ആ ബാലൻ തന്നെ. എടാ കുഞ്ഞുമോനെ, നീ ഇങ്ങുവാ, ഈശോ പറഞ്ഞു. പലരും തന്നെ ഉറ്റുനോക്കുന്നു എന്ന് മനസ്സിലാക്കി അല്പം സംഭ്രമിച്ചു നിന്ന ബാലൻ അവസാനം ഈശോയുടെ അടുത്തേക്ക് ഓടി വന്നു. ഈശോ അവനെ കെട്ടിപ്പിടിച്ച് എടുത്ത് മടിയിലിരുത്തി. ഒരു റൊട്ടി കഷ്ണത്തിൽ അല്പം മീൻ വെച്ച് അവന് കൊടുത്തു. ഒരു കിഴി ഈശോയെ ഏൽപ്പിച്ചിട്ട് ബാലൻ പറഞ്ഞു, ഇത് ഈശോയ്ക്കാണ്. ഇന്നും ആ മനുഷ്യൻ പറഞ്ഞു, ഇന്ന് സാബത്താണ്, നീ ഇത് നസ്രയേൽക്കാരൻ റബ്ബിക്ക് കൊടുക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്റെ സ്നേഹിതനോട് പറയൂ. അയാൾക്കറിയാം അങ്ങൻ്റെ സ്നേഹിതനാണെന്ന്. പുഞ്ചിരിച്ചുകൊണ്ട് ബാലൻ റൊട്ടിയും മീനും തിന്നുകയാണ്. മിടുക്കൻ കൊച്ചു ജെയിംസ്. എൻ്റെ പ്രാർത്ഥന അയാൾക്ക് വേണ്ടി പിതാവിങ്കിലേക്ക് ഉയരുന്നു എന്ന് അയാളോട് പറഞ്ഞേക്കൂ. ഇത് സാധുക്കൾക്ക് വേണ്ടിയാണോ? പത്രോസ് ചോദിച്ചു. അതെ. എപ്പോഴും ഒരേ സംഭാവന തന്നെയാണോ? നമുക്ക് നോക്കാം. പണക്കിഴി ഈശോ പത്രോസിനെ ഏൽപ്പിച്ചു. സഞ്ചി കുടഞ്ഞിട്ട് പത്രോസ് എണ്ണി. അതേ തുക, വലിയ തുക. ഈ മനുഷ്യൻ ആരാണ്? കുട്ടി, നിനക്കറിയാമോ ആരാണിത് തന്നയച്ചത്? പറയരുത് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയില്ല. എടാ കൊച്ചു കള്ള, നേര് പറഞ്ഞാൽ നിനക്ക് ഞാനൊരു പഴം തരാം. എന്നെ ബള്ളു പറഞ്ഞാലും പൊക്കി പറഞ്ഞാലും അയാൾ ആരാണെന്ന് ഞാൻ വെളിപ്പെടുത്തുകയില്ല. അവൻ്റെ നാക്കു കണ്ടില്ലേ? പത്രോസേ, ആ ബാലൻ പറയുന്നത് ശരിയാണ്. അവൻ വാക്കു പാലിക്കുന്നു. അവനെ വെറുതെ വിട്ടേക്കൂ. ഗുരു, ഈ മനുഷ്യൻ ആരാണെന്ന് അങ്ങേക്കറിയാമോ? ഈശോ മറുപടിയൊന്നും പറയുന്നില്ല.
അദ്ദേഹം ബാലനെ തീറ്റുകയാണ്. മുള്ളുമാറ്റി ഒരു കഷ്ണം പൊരിച്ച മീൻ കൂടി അവന് കൊടുത്തു. എങ്കിലും പത്രോസ് മറുപടി വേണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ ഈശോ പറഞ്ഞു, എനിക്കെല്ലാം അറിയാം, ഞങ്ങൾ അറിയണ്ടേ? നിന്റെ ബലഹീനത ഒരിക്കലും മാറില്ലേ? പുഞ്ചിരിച്ചുകൊണ്ട് ഈശോ പത്രോസിനെ ശകാരിച്ചു. താമസിയാതെ നീ അറിഞ്ഞുകൊള്ളും. തിന്മയ്ക്കും ആരുടെയും കണ്ണിൽപ്പെടാതെ ഇരിക്കാൻ താല്പര്യമുണ്ടെങ്കിലും അതെപ്പോഴും സാധിക്കുന്നില്ല. നന്മ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമാകുന്നതിന് മനുഷ്യരുടെ ശ്രദ്ധയിൽ പെടാതിരിക്കുകയാണ് വേണ്ടത്. എങ്കിലും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഒരു ദിവസം അത് വെളിച്ചത്ത് വരും. ദൈവത്തിൻ്റെ സ്വഭാവമാണ് നന്മ ചെയ്യുന്ന ദൈവമക്കളിൽ തെളിഞ്ഞു കാണുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവം അത് സ്നേഹമാണ്. ഈ മനുഷ്യന് അതെല്ലാം അറിയാം. കാരണം അയാൾ അയൽക്കാരനെ സ്നേഹിക്കുന്നവനാണ്. ജെയിംസെ, പോയിക്കൊള്ളൂ. ആ മനുഷ്യനെ ഞാൻ അനുഗ്രഹിക്കുന്നതായി പറയുക. ദർശനം ഇവിടെ അവസാനിക്കുന്നു.